സെറ്റല്ലേ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? കാണാമല്ലോ. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. ഇനി മുതൽ നെയിം ചേഞ്ചിങ് പ്രോസസ്സ് ചെയ്യുന്നത് PD ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ടിക്കറ്റ് അങ്ങനത്തെ ഒരു സാധനം ഇനി ഉണ്ടാവില്ല. നെയിം ചേഞ്ചിന് തൽക്കാലത്തേക്ക് ഉണ്ടാവില്ല. PD ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് നെയിം ചേഞ്ച് തരിക. സോ നെയിം ചേഞ്ച് തരുമ്പോഴത്തേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോമാറ്റ് ഞങ്ങളത് തരാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോമാറ്റ് സിറ്റിസൺസിന് കൊടുക്കും നെയിം ചേഞ്ചിന് വേണ്ടിയുള്ളത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഫീ എന്ന് പറയുന്നത് 1 CR ആണ്. ഓക്കെ, നെയിം അങ്ങനെ ചുമ്മാ പോയി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗവൺമെൻറ് പ്രിയോറിറ്റൈസ്ഡ് പ്രോസസ്സ് ആണെങ്കിൽ പെട്ടെന്ന് നടക്കും. ഓക്കെ, ഗവൺമെൻറ്റിന് പ്രിയോറിറ്റൈസ് ചെയ്യാനുള്ള ഇതുമുണ്ട്. അതായത് ഈ നമുക്ക് പ്രോസസ്സിംഗ് ടൈം 2 ദിവസം മുതൽ 5 ദിവസം വരെയാണ്. കാരണം പുറത്തടിച്ചിടണം, അങ്ങനെ ഡിസ്കോഡ് ചാനലിൽ അടിച്ചിടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നിയമം. അത് ഇവർ വരണമെന്ന് പോലുമില്ല നെയിം ചേഞ്ചിന്. ഇവർ അപ്രൂവ് ആയി നമ്മൾ ചെക്ക് ചെയ്തിട്ട് PD ഹെഡ് ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണ്, നല്ല നെയിമാണ്, പ്രോപ്പർ ആയിട്ടുള്ള നെയിമാണ്, വാലിഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, അത് MDTക്കകത്ത് അപ്ഡേറ്റ് ചെയ്തോളും. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് ആ പേര് വന്നോളും. നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ആ പേര് വന്നു കഴിഞ്ഞാൽ അതേ നെയിം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡിസ്കോഡിനകത്തും കൂടെ നെയിം ചേഞ്ച് വരുത്തുക. ഓക്കെ, ഡിസ്കോഡിനകത്തും കൂടെ നെയിം ചേഞ്ച് വരുത്തണം അതിൻ്റെത്. അല്ലെങ്കിൽ അത് വേറെ വലിയ ഇഷ്യൂ ആയിട്ട് മാറും. കാരണം ഇൻ ഗെയിമിൽ ഒരു പേരും അതുപോലെ തന്നെ ഡിസ്കോഡിൽ വേറെ പേരും ആണെങ്കിൽ അത് വലിയ ഇഷ്യൂ ആണ്. ഓക്കെ, അത് പിന്നെ ചിലപ്പോൾ ബാൻ ആവാനുള്ള FRP ആവാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. കാരണം റൂൾ വയലേഷൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ വരും. സോ അതുകൊണ്ട് അത് നോക്കുക. നെക്സ്റ്റ് കൂൾ ഡൗൺ പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ്. ഇത് കഴിഞ്ഞാൽ 3 മാസം വരെ ടൈം എടുക്കും അടുത്ത പേര് നിങ്ങൾക്ക് ഇടണമെങ്കിൽ. പിന്നെ നെയിം ഫോമാറ്റ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വാലിഡ് ആയിരിക്കണം. അതായത് ലാസ്റ്റ് നെയിം വന്ന് OP, ഫസ്റ്റ് നെയിം വന്ന് മിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ സല്യൂട്ടേഷൻസ് ആണ്. അതൊരിക്കലും പേരായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ സർ, ഇങ്ങനത്തെ പേരുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്നും പേരുകളല്ല, ഇതൊക്കെ ഓരോടെ പ്രൊനൗൺസ് ആണ്. അല്ലെങ്കിൽ പ്രൊനൗൺസ് എന്നല്ല, ഒരു സല്യൂട്ടേഷൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആ പരിപാടി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പേര് വാലിഡ് ആയിരിക്കണം, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വാലിഡ് ആയിരിക്കണം. OP, FTW ആ പരിപാടി എല്ലാം മാറാൻ പോവുക. FTWയുടെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ കൊടുക്കും. അങ്ങനത്തെ OP, അങ്ങനത്തെ നമ്മൾ സർവറിന് ഇൻവാലിഡ് ആയിട്ട് ഇട്ടേക്കുന്ന എല്ലാ നെയിംസുകളും നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തുനിന്ന് ഒഴിവാക്കും. ഓക്കെ, അതിൽ ലിസ്റ്റ് കൊടുക്കും. സോ സർവർ സൈഡിൽ നിന്ന് അത് അവരെ കോൾ ചെയ്തിട്ട് ഇൻ ഗെയിമിൽ ഇത് ആപ്ലിക്കേഷൻ ഇടാൻ പറയും, മീൻസ് PDF എന്ന് കാണാൻ പറയും. പിന്നെ മിനിമം 3 ലെറ്റേഴ്സ് കൊടുക്കണം, ഫസ്റ്റ് നെയിം ആയിരുന്നാലും ലാസ്റ്റ് നെയിം ആയിരുന്നാലും. പിന്നെ അതുപോലെ തന്നെ ഇൻവാലിഡ് നെയിം സബ്മിഷൻസ് വരികയാണെങ്കിൽ അത് സെക്കൻഡ് പുതിയ ആപ്ലിക്കേഷൻ തരേണ്ടി വരും. കാരണം ഒരു ആപ്ലിക്കേഷൻ തന്നെ അത് ഇവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഡോക്യുമെൻ്റ് അല്ലേ. അപ്പോൾ രണ്ടാമത് ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും, അതിന് പേയ്മെൻറ്റ് വേറെ ഉണ്ടാകും.